ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇനി നമുക്ക് അടയാളപ്പെടുത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഫസ്റ്റിൽ നമ്മൾ 5.5 ഇഞ്ച് കൈവണ്ണം അടയാളപ്പെടുത്തുക, എന്നിട്ട് ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുക. നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ, അത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ചെസ്റ്റ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. എനിക്ക് 21 വേണ്ടത്, അത് ഞാൻ അടയാളപ്പെടുത്തി. പിന്നെ വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. വേസ്റ്റ് റൗണ്ട് എനിക്ക് 18 വേണ്ടത്, അപ്പോൾ ആ 18 ഞാൻ അടയാളപ്പെടുത്തി. പിന്നെ ഓപ്പണിൻ്റെ അവിടെ അടയാളപ്പെടുത്തുക. അത് ഓപ്പണിൻ്റെ അവിടെ എനിക്ക് ഞാൻ 21 കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു സൈഡ് അത് കട്ടിങ്ങിൻ്റെ സമയത്ത് 10 എടുത്തിരുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതുപോലെ ആ ഇതിൽ വീഡിയോയിൽ കണ്ട പോലെ ചോക്ക് കൊണ്ട് കൈയിൻ്റെ അവിടെ തൊട്ടിട്ട് ഓപ്പണിങ്ങിൻ്റെ അവിടെ വരെ ഷേപ്പായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ ആ വരയിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അതിനെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ അടിഭാഗമാണ് ഫസ്റ്റ് ഒരു 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാനുള്ള മെഷർ വരയ്ക്കുന്നില്ല, ആ സമയത്ത് രണ്ട് സൈഡും ലെങ്ത്തൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ കറക്റ്റ് വെച്ച് നോക്കിയിട്ടൊക്കെ റെഡിയാക്കണം കേട്ടോ. എന്നിട്ടാണ് അടിഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചിലപ്പോൾ ലെങ്ത്ത് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും, അപ്പോൾ കൂടുതലുള്ള ഭാഗം നമ്മൾ കുറയ്ക്കേണ്ടി വരും. കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം കൂടുതൽ ഉണ്ടാവുക, ചിലപ്പോൾ കട്ടിങ്ങിൽ തുണി അധികം വന്നിട്ടും ആയിരിക്കാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കുക. കഴിയുന്നതും കട്ട് ചെയ്യുമ്പം മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ഒരു മെറ്റീരിയൽ അറിയാത്തവരാണെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ആയതിന് ശേഷം മാത്രം കറക്റ്റ് ലെങ്ത്തിലൊക്കെ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ നല്ല തുണിയൊക്കെ വെറുതെ ഡാമേജ് ആയി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ബാക്കും ഫ്രണ്ടും അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇതേപോലെ തന്നെ ഓപ്പണിൻ്റെ ഭാഗം 1/2 ഇഞ്ച് ആദ്യം മടക്കുക, പിന്നെ 1/2 ഇഞ്ച് മടക്കുക, അങ്ങനെ താഴേന്ന് ഇതാ മടക്കി കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഓപ്പണിൻ്റെ മുകളിൽ ആ ഓപ്പണിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് അവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് മുകളിലേക്കുള്ള ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ വക്ക് ഭാഗം ഉണ്ടാവില്ലേ, സൈഡ് ഭാഗം, അതിനെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി അങ്ങനെ ലെവലാക്കി മുകളിലേക്കൊന്ന് പിടിച്ചിട്ടാണ് സൂചീനെ ഇപ്പുറത്തേക്ക് നമ്മൾ തുണി തിരിച്ച് വെച്ചിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. താഴേന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അവിടെ സൂചി നിർത്തി പിന്നെ ഒന്ന് സ്ക്വയറാക്കി ഒരു 1/2 ഇഞ്ച് ഒക്കെ ആയിരിക്കും വരിക അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് സ്റ്റിച്ചിങ് നിർത്തി തുണി തിരിച്ച് വെച്ച് പിന്നെ താഴോട്ടേക്കും അതേപോലെ തന്നെ 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണോ അളവെടുത്ത് അതേ അളവ് തന്നെയാണ് താഴെ വരെയും ചെയ്യേണ്ടത്. അളവ് കൂടാൻ പാടില്ല. മെഷർമെൻറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം വളവും തിരിവും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു ബോറായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിങ്ങിൽ എത്രയാണോ വീതിക്ക് നമ്മൾ മടക്കിയിട്ടുള്ളത് അതേ വീതി തന്നെ ലാസ്റ്റ് വരെ വരാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഉണ്ടാവില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന്. അപ്പോൾ ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്യാം. എല്ലാവരും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്യുന്ന ചുരിദാറിലൊക്കെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ആദ്യം കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കും, പക്ഷേ എൻ്റെ ഡ്രസ്സിന് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അതൊരു വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റിച്ചേ കൊടുക്കാറുള്ളൂ. റെഡിമെയ്ഡിൻ്റെ ഒക്കെ ടോപ്പൊക്കെ കണ്ടിട്ടില്ലേ, ഒരു 1 സ്റ്റിച്ചേ ഉണ്ടാവാറുള്ളൂ.
അതേപോലെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. എന്നിട്ട് അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് റെഡിയാക്കുക. ഫസ്റ്റിലെ മുൻവശത്തിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ അടിഭാഗവും സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്യും. ഈ ഓപ്പണിങ് നമ്മൾ ഒരു ഭാഗത്ത് അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ ലാസ്റ്റ് നമുക്ക് മെഷീനിൽ തുണി എടുക്കേണ്ട ഒരാവശ്യം വരില്ല. എല്ലാ ഇതും സ്റ്റിച്ചിങ്ങും മടക്കി തയ്ക്കുന്നതിൻ്റെ എല്ലാ ഇതും ഈ സ്റ്റിച്ചിങ്ങിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അത് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ചുരിദാർ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്തും നമുക്കാണെങ്കിലും ഒന്ന് അയൺ ചെയ്ത് ഓപ്പണിൻ്റെ ഭാഗവും താഴെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം. എന്നാൽ അതൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ, ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗവും നല്ലപോലെ അവിടെ ആ ഷേപ്പൊക്കെ നന്നായിട്ട് ക്ലിയറാക്കി പിടിച്ചിട്ട് അയൺ ചെയ്യണം. എന്നാൽ ചുരിദാർ നമ്മൾ ഇട്ട് കഴിഞ്ഞാലൊരു ഫിനിഷിങ്ങൊക്കെ വരാൻ എളുപ്പമാവും. ഞാൻ എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ഞാൻ നല്ല ഷേപ്പിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. അത് കുറച്ചായിട്ടുള്ളൂ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറേ മുമ്പൊക്കെ ഞാൻ നന്നായിട്ട് നല്ല ഷേപ്പിലൊക്കെ യൂസ് ചെയ്യുമെങ്കിലും ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇറിറ്റേഷൻ പോലെ ഷേപ്പാകുമ്പോൾ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറിൽ വലിയ ഷേപ്പ് കാണാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഷേപ്പ് ആവശ്യമുള്ളവർക്കൊക്കെ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് കൊടുക്കുമ്പോൾ ആ ഷേപ്പിങ്ങിൽ കറക്റ്റ് തന്നെ വരും കേട്ടോ. മെലിഞ്ഞ ആളുകളും കുറച്ച് തടിച്ച ആളുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഓരോരുത്തരെ ഓരോ അളവിനനുസരിച്ചാണ് നമ്മളെ ചുരിദാറിൻ്റെ ഭംഗി. എല്ലാ ചുരിദാറും ആരിട്ടാലും നല്ല ഭംഗി തന്നെ ആയിരിക്കും. നമ്മൾ നല്ല വൃത്തിക്ക് അത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇട്ടാൽ മാത്രമേ അതിൻ്റെ പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കി എടുക്കുക. സ്ലീവ് അയൺ ചെയ്യുക, എല്ലാം ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈനിങ് ചുരിദാർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. കുറച്ചെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാടൊന്നും ചിലപ്പോൾ നന്നായിട്ടൊന്നും ഉണ്ടാവില്ല വീഡിയോ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാൻ വേറെ സ്റ്റിച്ചിങ് ആയിട്ട് വേറെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൽ അല്ലാതെ തന്നെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എടുത്തിട്ട് കാണുക. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇതാണ്. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറിന് ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി ക്ലിയർ ആക്കിയിട്ട് അവർക്ക് കീസിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.